ഞാൻ കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് 1 കിലോ കീമ മേടിച്ചിട്ടുണ്ടെന്ന് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഇത്തിരി കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ഇത്തിരി ഉപ്പും ഇട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് അങ്ങോട്ട് പുരട്ടി അടപ്പത്ത് വെച്ച് വെള്ളമില്ലാതെ അത് പുഴുങ്ങി കീമക്ക് അതിൽ വെള്ളം ഇറങ്ങുമല്ല അങ്ങനെ പുഴുങ്ങി എടുത്തിട്ട് ദേ കോരി വെച്ചതാണിത്. ഇനി നമുക്ക് സവാളയും പച്ചമുളകും പിന്നെ സവാളയും പച്ചമുളകും വേപ്പിലയും കൂടി വാട്ടുക. എന്താ ഇത് വാട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇത്തിരി മസാലപ്പൊടി, നമുക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് മസാലപ്പൊടി, പിന്നെ ഇത്തിരി കുരുമുളക് പൊടി, ഇത്തിരി മഞ്ഞൾ പൊടി, എല്ലാം കൂടി അങ്ങോട്ട് നല്ലോണം മൊരിയിക്കുക. നല്ലോണം മൊരിയിക്കണ്ട, എന്നാലും ഒരുമാതിരി മസാലയുടെ ആ മണം മാറുന്ന വരെ മൊരിയിക്കണം. ഇനി വേറൊരു ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇതിലേക്ക് നമ്മൾ ഊറ്റി വച്ചിരിക്കുന്ന കീമ വറുക്കണം. ഇത് കീമ ഇനി വെള്ളം വറ്റുന്നവരെ വറുത്തെടുക്കണം. വെള്ളം ഉണ്ടെങ്കിൽ അത് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് വെള്ളം മുഴുവനും വറ്റി ഇനി ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുത്ത് ഇത് വറുക്കണം. ഇവരുടെ കസിൻസിൻ്റെയൊക്കെ ഫേവറേറ്റ് സാധനമാണ്. അവർ പറയും എപ്പോഴും മമ്മിയുടെ കട്ട്ലേറ്റ് ഉണ്ടാക്കി ഞങ്ങൾക്ക് കൊണ്ടുപോകുന്നു. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊണ്ടേ കൊടുക്കും. എനിക്ക് എല്ലാ സാധനങ്ങളും വേണം. കട്ട്ലേറ്റിന് സവാളയും പിന്നെ ഉരുളക്കിഴങ്ങ് ഇനിയുണ്ട്. ഇതിന് ഇത്തിരി പണിയുള്ള സംഗതിയാണ്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങണം. അത് കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ അകത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാൻ. ഇതാദ്യം വറുത്തെടുക്കട്ടെ. എനിക്കുണ്ട് പോർക്ക് തൊലിയോടെ കുറച്ച് തൊലികളയാനേ കീമ ഇതേപോലെ വെള്ളമില്ലാണ്ട് ഉണക്കി കണ്ടേ വറുത്തെടുത്ത് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെക്കാം. പൊട്ടറ്റോ ഉണ്ട്. ഈ പൊട്ടറ്റോ നമുക്ക് നല്ലോണം പൊടിച്ച് നല്ല ഇതായിട്ട് എടുത്തിട്ട് വേണം നമുക്ക് കട്ട്ലേറ്റിൻ്റെ വറുത്ത് വെച്ചേക്കണ മീറ്റിലേക്ക് ഇടാൻ. അത് ഇടാതെ സവാളയും വാട്ടി മസാല ഇട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതും ഇടണം. ഇങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി കുഴച്ച് നമ്മൾ പിടിച്ച് വെക്കും. നമുക്ക് ഓരോ ഇഷ്ടമുള്ള ഷേപ്പിൽ, റൗണ്ടില സ്ക്വയറില എങ്ങനെയാണെങ്കിലും ഓവൽ ഷേപ്പ് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് പിടിച്ച് വെക്കാം. അപ്പം നമ്മുടെ കട്ട്ലറ്റ് ഇപ്പം പല ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മുടെ കട്ട്ലറ്റ് നമ്മൾ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ്. അപ്പോൾ അത്രേ ഉള്ളൂ.